ഹലോ ഡിയേഴ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിനിയോ ബ്ലോഗാണ്. ഇന്ന് ഡിസംബർ 31 നല്ല രീതിക്ക് സൂര്യൻ ഉദിച്ച് തലയ്ക്ക് മുകളിൽ അങ്ങനെ ജ്വലിച്ച് നിൽക്കുക. അപ്പോൾ ഒരു ആലോചന, എന്നെ റോറേനെ കൊണ്ടൊന്ന് പുറത്തു പോയാലോ, അവളും ഒന്ന് കാണട്ടെ നമ്മുടെ സൂര്യനെ. അപ്പോൾ റോറേനെ നമ്മൾ ജാക്കറ്റൊക്കെ ഇടിപ്പിച്ച് നല്ല രീതിക്ക് തൊപ്പിയൊക്കെ വെച്ച് ചെവിയൊക്കെ മൂടി അങ്ങനെ നമ്മൾ വണ്ടിയിൽ കിടത്തിയപ്പോൾ ആൾ കരഞ്ഞു. ഞാനൊരു പസിഫർ വെച്ച് കൊടുത്തു. പുള്ളിക്കാരി ഒരു ഒറ്റത്തുപ്പ്, നിൻ്റെ ഒരു തേങ്ങ എനിക്ക് വേണ്ടെന്ന്. അങ്ങനെ നമ്മൾ അവളെ സെറ്റാക്കി പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച പോണക്കൊന്നുമല്ല, മാരക തണുപ്പുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ കണ്ണും മൂക്കും ചെവി എല്ലാം മൂടാനുള്ള സെറ്റപ്പുമായിട്ടാണ് പുറത്തിറങ്ങിയത്. ഇന്ന് -13 ഉണ്ടായിരുന്നു. അപ്പം ഫീൽഡ്സിലേക്കാണേ. അപ്പോൾ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ കൈയൊക്കെ തണുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഗ്ലൗസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഒരു ഏഷ്യൻ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം നമുക്ക് 1-ാം തീയതിയിലേക്കുള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സൂര്യൻ ഉദിച്ച് ഇങ്ങനെയാണ് നിൽക്കുന്നത്. കണ്ണിലേക്ക് തന്നെ വെട്ടമടിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മളിനി ഏഷ്യൻ മാർക്കറ്റിൽ പോകണം. റോറ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ് കേട്ടോ. അവൾ ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. അവൾക്ക് തണുക്കുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, മുഖം തണുക്കുന്നുണ്ട്. മുഖം നല്ല തണുത്താണ് ഇരിക്കുന്നത്. എത്ര തണുപ്പാണെങ്കിലും ആ കൊച്ച് അവളുടെ കൈ പുറത്ത് വയ്ക്കണം, വിരലുകൾ പുറത്ത് വയ്ക്കണം എന്നുള്ളൊരു വാശിയുള്ള കുട്ടിയാണ്. അവളുടെ വിരലുകൾ 10 പുറത്തായിരുന്നു. നമ്മൾ അകത്ത് വെക്കാൻ നോക്കിയിട്ട് അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഇനി അപ്പൻ്റെ ടേൺ. അപ്പൻ വണ്ടി തള്ളട്ടെ, നമ്മൾ വീഡിയോ എടുക്കട്ടെ. അപ്പോൾ അപ്പൻ വണ്ടി തള്ളിക്കപ്പോഴത്തേക്കും നോക്കിയപ്പോൾ അവിടെ കുറച്ച് സൂര്യൻ്റെ രശ്മികൾ കൂടുതലായി കാണപ്പെട്ടു. അപ്പം ഞാൻ ഇച്ചുനോട് പറഞ്ഞു, ഇച്ചു അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇവൾക്ക് കുറച്ച് വൈറ്റമിൻ D3 എടുപ്പിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. നമ്മൾ വണ്ടിയുടെ കവറിങ് ഒക്കെ പൊക്കിയപ്പോഴത്തേക്കും ആളുണർന്നു. എന്നിട്ട് കീന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പം നമ്മളത് അടച്ചു വെച്ചിട്ട് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് സ്റ്റോറിൽ പോവുക. അപ്പം നമ്മൾ സ്റ്റോറിലേക്ക് പോയി പർച്ചേസൊക്കെ ചെയ്യട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇത്രയുള്ള ഡിയേഴ്സ്, മോയ്ക്ക.